Hello friends, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. കുറച്ച് നാളായി ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് കാരണം കുറച്ച് ബിസി ആയിരുന്നു, പേഴ്സണൽ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ തമ്പനിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും, വർക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു വരുമാനം നേടാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ആ ഒരു ട്രിക്കിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഫൈവർ തന്നെയാണ്. അപ്പോൾ കുറേ നാളായി ഫൈവറിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് പുതിയ കാറ്റഗറീസ് ഫൈവറിൽ വന്നിട്ടുണ്ട്. സാധാരണ പോലെ ആനിമേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനോ ഒന്നുമല്ലാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാവുന്ന വർക്കുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാറ്റഗറീസ് ഇപ്പോൾ ഫൈവറിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയൽസ് ജസ്റ്റ് ക്ലയൻസിന് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജിഗ് എമൗണ്ട് കിട്ടുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളിപ്പോൾ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ജിഗ് സർവീസ് ക്രിയേറ്റ് ചെയ്യുക, പക്ഷേ നമ്മൾ വർക്കൊന്നും അല്ല അതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, മറിച്ച് ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സോ അല്ലെങ്കിൽ ഇ ബുക്കുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സർവീസ് ഞാൻ ഈ ഫൈവറിന്റെ തുടക്ക സമയത്ത് ഞാൻ ചെയ്തിരുന്നതാണ്. അതായത് വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ് ഒക്കെയാണ് അന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, ഓർഡർ ലഭിക്കുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന ക്ലയന്റ് ആ ഒരു ലിങ്കിൽ കയറി ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ പ്രോഡക്റ്റ് ലഭിക്കും. ഈ ഒരു സർവീസ് കുറെ നാളായിട്ട് ഫൈവർ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആ ജിഗെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. കാരണം സർവീസ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ആ ഒരു കാറ്റഗറി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് മണി മേക്കിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള ഇ ബുക്കുകൾ. അതിപ്പോൾ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ഇ ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പ്രൊഫഷണലി ലുക്കുള്ള ഇ ബുക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പേ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ തരുന്ന ഇ ബുക്സ് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡിംഗ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക. അതിന്റെ ലിങ്ക് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ഓർഡർ വരുമ്പോൾ ക്ലയന്റിന് നിങ്ങൾ ഈ ലിങ്ക് പ്രൊവൈഡ് ചെയ്താൽ മതി. ക്ലയന്റ് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യും, നിങ്ങൾക്ക് ആ ഓർഡറിന്റെ എമൗണ്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിൾ ജോബാണ്, നിങ്ങൾ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു സർവീസ് എങ്ങനെ നമുക്ക് ഫൈവറിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇ ബുക്സ് എല്ലാം മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഞാനിപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുമല്ലെങ്കിൽ ഒരുപാട് ഇ ബുക്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. നിങ്ങളത് എഡിറ്റ് ചെയ്യണം നിങ്ങളുടേതായ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ ഗ്രാഫിക് എംപയർ എന്ന് പറയുന്ന യൂസർ നെയിമാണ്. അപ്പോൾ ഞാൻ ആ യൂസർ നെയിം വെച്ച് ആ ഇ ബുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. കാരണം മറ്റുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്ത ഇ ബുക്സ് ആയിരിക്കും, നമ്മളത് ജസ്റ്റ് മിക്സ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ മാറ്റുന്ന ഒരു രീതി കൂടിയാണിത്. അതും എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആ ഒരു സർവീസ് കാറ്റഗറിയിൽ എങ്ങനെ സർവീസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽസ് ഞാൻ തരുന്നതാണ്. അതുമല്ലെങ്കിൽ ഞാൻ തരുന്ന ഫ്രീ ഇ ബുക്സ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ യൂസർ നെയിം വെച്ച് എങ്ങനെ പേഴ്സണലൈസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആയിരിക്കും ഇതിന്റെ പാർട്ട് 2 വരുന്നത്. ഈ ഒരു സർവീസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മണി മേക്കിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ ഈ സർവീസിലൂടെ കൊടുക്കുന്നത്. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ മണി മേക്കിംഗ്, ഓൺലൈൻ മണി മേക്കിംഗ് ടെക്നിക്സ് എല്ലാം. വളരെയധികം സെയിൽസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സർവീസ് കൂടിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ സർവീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സർവീസ് നിങ്ങൾക്കും എങ്ങനെ ഒരു ജിഗ് സർവീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫൈവറിനെ കുറിച്ചാണ്. ഫൈവറിൻ്റെ ഒരു സർവീസ് വർക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വിച്ച് ടു ബൈയിങ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാറ്റഗറീസ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ബോക്സിൽ മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കീവേഡ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട്
സർവീസുകൾ. ഇത് ആക്ച്വലി സർവീസ് അല്ല, ഇവർ കൊടുക്കുന്നത് പ്രോഡക്റ്റ് തന്നെയാണ്. അതായത് ഇ ബുക്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യമെല്ലാം ഫൈവർ അപ്പോൾ സർവീസ് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇ ബുക്സ് എല്ലാം വിൽക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഇ ബുക്കായിട്ട് തന്നെ വിൽക്കരുത്. നിങ്ങളിപ്പോൾ ടൈറ്റിലെല്ലാം കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. ഐ വിൽ ടീച്ച് യു ടു മേക്ക് മണി ഓൺലൈൻ. അതല്ലെങ്കിൽ ഇപ്പോൾ ക്ലിക്ക് ബാങ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇ ബുക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്നുള്ള ട്യൂട്ടോറിയൽ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇ ബുക്സ് 2-3 ഇ ബുക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം ഒരു ഇ ബുക്കിന് പകരം നിങ്ങൾ 2 ഇ ബുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടിപ്പെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇ ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇ ബുക്കുകൾ നിങ്ങളുടെ പേരിലായിട്ട് മാത്രം വേണം ഇതിൽ ഡെലിവറി ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഇ ബുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ പേരും മറ്റു കാര്യങ്ങളെല്ലാം വ്യത്യാസമായിരുന്നു. ഞാനത് എൻ്റേതായ രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടേതായ രീതിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക, നിങ്ങളുടെ പേരെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്രാഫിക് എംപയർ എന്ന് പറഞ്ഞ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഇ ബുക്ക് ഒരു $15 വിൽക്കാൻ പോകുന്നത്. ഓവർ 100 ട്രാഫിക് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇ ബുക്കാണത്. അപ്പോൾ ഈ ബുക്കെല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് PDF ഫയലായിട്ടായിരിക്കും. സാധാരണ ഒരു അക്രോബാറ്റ് റീഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡോ അല്ലെങ്കിൽ എഡിറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ PDF നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്രോബാറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണം. ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് അക്രോബാറ്റ് പ്രൊഫഷണൽ പോർട്ടബിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ഫയൽ പോലെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ എടുത്തിടാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇതുപോലെ ഓപ്പണായി വരും. നിങ്ങൾക്ക് എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും PDF ഫയൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു കാണുന്നതാണ് അക്രോബാറ്റ് അതിൻ്റെ പോർട്ടബിൾ ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫയൽ ഇവിടെ മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ PDF ഫയലിലെ ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇതുപോലെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫൂട്ടർ, ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡീറ്റെയിലോ ആ ഇ ബുക്കിൻ്റെ പേരെല്ലാമായിരിക്കും വരുന്നത്. അത് നിങ്ങളുടേതായ രീതിയിൽ ചേഞ്ച് ചെയ്യുക. ഇതിപ്പോൾ മറ്റൊരു പേരിലാണ് ഇ ബുക്ക് അറിയപ്പെട്ടിരുന്നത്. ഞാൻ എൻ്റേതായ രീതിയിൽ മില്യനർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഇ ബുക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇ ബുക്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരുത്തിയിട്ട് വേണം ഡെലിവറി ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്. പേര് വ്യത്യാസം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് അക്രോബാറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അക്രോബാറ്റ് റീഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇ ബുക്സ് എഡിറ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് ഞാനിപ്പോൾ എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫൈവറിൽ വരിക. ഫൈവറിൽ ഈ ഇ ബുക്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഇ ബുക്കില്ല ഇതിൻ്റെ സർവീസുകളെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം ഒരു ടോപ്പ് റേറ്റഡ് സെല്ലറാണ്. ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ടീച്ച് യു ടു മേക്ക് മണി ഓൺലൈൻ. അതിന് ഈടാക്കുന്നത് $175 ബേസിക് പ്രൈസ് വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആരും മേടിക്കില്ല എന്ന്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഓർഡർ ക്യൂ ആണ്. അതായത് ഏകദേശം $350 ഓർഡർ ഇപ്പോഴും ക്യൂ ആണ്. ബേസിക്കാണ് അദ്ദേഹം $175 മേടിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ $695, അതുപോലെ തന്നെ പ്രീമിയം $995 ആണ്. അപ്പോൾ ഇത്ര എമൗണ്ടൊന്നുമല്ല. നിങ്ങൾ സാധാരണ രീതിയിൽ $15 സ്റ്റാർട്ട് ചെയ്താൽ മതി. അത്യാവശ്യം ഓർഡറെല്ലാം കിട്ടി തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, ആ എമൗണ്ട് കൂട്ടി വരാം. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് മണി മേക്കിംഗ് ടെക്നിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഇ ബുക്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് മണി മേക്കിംഗ് ഓൺലൈൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഒരുപാട് സർവീസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ സർവീസുകളാണ് എന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹം ഐ വിൽ ഗിവ് യു ഓവർ 2700 HQ PLR ആർട്ടിക്കിൾസ്. ഈ PLR ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഇ ബുക്സ് ആണ്. വളരെ ചെറിയ സൈസുള്ള ഇ ബുക്സ് ആണ്. അദ്ദേഹം ഒരു പാക്കായിട്ട് ഇത് വിൽക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻലി ഇതുപോലുള്ള ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടേതായ രീതിയിൽ പേരെല്ലാം എഡിറ്റ് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇ ബുക്ക് ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡിംഗ് സൈറ്റിൽ
ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഡ്രോപ്പ് ബോക്സിലോ അല്ലെങ്കിൽ സിപ്പി ഷെയറോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. ഡ്രോപ്പ് ബോക്സ് എല്ലാം വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്ലോഡിംഗ് സൈറ്റാണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് വലിയ വലിയ ഫയൽസ് എല്ലാം ഞാൻ ക്ലയൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രോപ്പ് ബോക്സ് ഇപ്പോൾ ഓൾറെഡി ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എടുത്ത് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ഫയൽസ് എടുക്കുക. ഫയൽസിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ കാണുന്ന അപ്ലോഡ് ഫയൽസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫയൽ ഈ ഒരു ഡ്രോപ്പ് ബോക്സിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, മില്ലിനിയം മെത്തേഡ് ബൈ ഗ്രാഫിക് എംപയർ എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും. വളരെ സ്പീഡായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് ബോക്സിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഡെലിവറി ടൈം കസ്റ്റമേഴ്സിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ ലിങ്ക് മാത്രമാണ്. മറ്റൊരു വർക്കും നിങ്ങൾ ഈ ഒരു സർവീസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു സർവീസ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സർവീസ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുശേഷം തിരിച്ച് സെല്ലിങ്ങിലേക്ക് വരിക. സെല്ലിങ്ങിൽ വന്നതിന് ശേഷം ഗിഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആക്റ്റീവ് ഗിഗ്സ് എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ ഗിഗ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ആദ്യം ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇ ബുക്കിൻ്റെ ടൈറ്റിലോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടൈറ്റിലായിരിക്കും കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഐ വിൽ പ്രൊവൈഡ് 100 ഫ്രീ ട്രാഫിക് മെത്തേഡ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഈ ഒരു കാറ്റഗറി ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാറ്റഗറി കൊടുക്കാം, ബിസിനസ്സിൽ സബ് കാറ്റഗറി വന്നിട്ട് ബിസിനസ് പ്ലാൻസ്. അപ്പോൾ ഈ 2 കാറ്റഗറി ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സാധാരണ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ബിസിനസ് ടൈപ്പ് സെലക്ട് ചെയ്യുക, മൈക്രോ ബിസിനസ്, സ്മോൾ ബിസിനസ്, മീഡിയം ബിസിനസ്, ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് സ്മോൾ ബിസിനസ് സെലക്ട് ചെയ്യാം. പ്ലാൻ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് PDF ഫയലായിട്ടാണെങ്കിൽ PDF കൊടുക്കുക. പ്ലാൻ പേർപ്പസ് ഇത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ അതിന് ബേസ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല. ദെൻ സെർച്ച് കാറ്റഗറി മേക്ക് മണി ഓൺലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇ ബുക്സ് കൊടുക്കുക, മണി മേക്കിംഗ് ടെക്നിക്സ് എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർച്ച് ഐറ്റംസ് എല്ലാം കൊടുക്കാം. അതായത് ടാഗാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ സാധാരണ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ മണി മേക്കിംഗ് ടെക്നിക്കിൻ്റെ ഈ ഗിഗ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ, അതായത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്രീ ഇ ബുക്സ് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ വഴി കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഷെയർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ താഴെ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ കൂടി പ്രസ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കാണ് കാണിക്കുന്നത്. ദെൻ കോപ്പി ലിങ്ക്. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളൊരു നോട്ട് പാഡിലോ വേർഡ് പാഡിലോ സേവ് ചെയ്ത് വെക്കുക. ആ ഒരു ഫയലായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ആയിരിക്കണം നിങ്ങൾ ഈ വർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ക്ലയൻസിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു $800 മുതൽ $1000 വരെ ഒരു മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ എപ്പോഴും ഇല്ല. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ, ബിസിനസ് ഗ്രൂപ്പുകളിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും. അതുപോലെ തന്നെ ഈ ഒരു സർവീസ് ഗിഗ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഓൺലൈൻ മണി മേക്കിംഗ് അല്ലെങ്കിൽ മേക്ക് മണി ഓൺലൈൻ എന്ന് പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. അതിലെല്ലാം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു സർവീസിൻ്റെ ലിങ്ക് fiverr.com/ പിന്നെ നിങ്ങളുടെ സർവീസ് ലിങ്ക് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഓർഡർ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അത് വളരെയധികം ട്രൈ ചെയ്ത് വിജയിച്ച ഒരു സംഭവം തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഓർഡർ ലഭിക്കുന്നതിനെക്കുറിച്ച്. സോ എല്ലാവരും മടി കാണിക്കാതെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്, വളരെയധികം സെയിൽസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എല്ലാത്തിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സർവീസുകളെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതിലൂടെ നല്ല സെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായ സംഭവം തന്നെയാണ്. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ചില മാസങ്ങളിൽ നമുക്ക് വർക്ക് കുറയും. അതായത് ഹോളിഡേയ്സ് വരുന്ന മാസങ്ങളിൽ, ഇപ്പോൾ ഡിസംബർ മാസം, അതുപോലെ തന്നെ ഹാലോവീൻ വരുന്ന മാസങ്ങളിൽ, ഇതിലെല്ലാം നമുക്ക് ഹോളിഡേ മാസങ്ങളിൽ US അധികം സെയിൽസ്
നടക്കാൻ സാധ്യതയില്ലാത്ത, അതായത് നമ്മളുടെ വർക്കിനെല്ലാം സെയിൽസ് കുറവ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം പ്രൊമോട്ട് ചെയ്യുക. അതിലൂടെ നല്ല സെയിൽസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ഈ ഒരു സർവീസ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ കൂടി നിങ്ങൾ കാണുക. കാരണം ഈ വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണമാണ് ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് ഇതിലൊരു സർവീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ട ഇ ബുക്സ് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ പെയ്ഡ് ഇ ബുക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതിൽ എഡിറ്റ് എങ്ങനെ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.